പുതുതായിട്ട് കല്യാണം കഴിച്ചു വരുന്ന രണ്ട് കപ്പിൾസ് അവരുടെ അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെയോ പ്രശ്നമുള്ളതായിട്ടും അവിടെ ആരൊക്കെ ഉള്ളതായിട്ടും സൂപ്പർ നാച്ചുറൽ ആയിട്ട് എന്തോ അവിടെ അലട്ടുന്നതായിട്ട് അതിൽ പെൺകുട്ടിക്ക് തോന്നുകയാണ്. അത് ഹസ്ബൻഡിനോട് പറയുന്നു. ഹസ്ബൻഡ് ആദ്യം വിശ്വസിക്കില്ല, എന്തോ ഒരു തോന്നലാണെന്നോറും തള്ളിക്കളയുന്നു. പിന്നെ ഓരോ സംഭവങ്ങളിലൂടെ ആൾക്ക് മനസ്സിലാവുന്നുണ്ട് വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്, എന്തോ പ്രേതബാധ കൂടിയ വീടാണ്, അവിടെ ആരൊക്കെയോ ഉണ്ട്, അവരെന്തൊക്കെയോ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുകയാണ്. അവിടെ ശരിക്കും എന്താണ് പ്രശ്നം, എന്താണ് അവരെ അലട്ടുന്ന പ്രശ്നം, ആരാണ് അവിടെ ശരിക്കും ഉള്ളത് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ പടം. ഒരു കിടിലൻ ഹൊറർ കോമഡി മൂവിയാണ്. ഹൊറർ കോമഡി മൂവി മാത്രമല്ല, ഇത് ശരിക്കും ഹൊറർ കോമഡി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം ആ സിനിമ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ആ പടത്തിന്റെ ഒരു ആസ്വാദനം നിങ്ങൾക്ക് നഷ്ടമാവും. കാരണം ഒരു പാരാനോർമൽ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും ഒരു മിസ്റ്ററീസും കാര്യങ്ങളും ഉള്ള ഒരു പടമാണ്. അത്യാവശ്യം നല്ല കോമഡി, നല്ല രീതിക്ക് കോമഡി ഹൊറർ സംഭവം ട്രാക്കാണ് അവർ പിടിച്ചിട്ടുള്ളത് സിനിമയ്ക്കകത്ത്. ഈ സിനിമ പ്രസന്റ് ചെയ്തിട്ടുള്ള ശിവാർത്തിയാണ്. അപ്പൊ തന്നെ കാണാനുള്ള ഒരു ആകാംക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടൊരു മൂവിയാണ്. 2025 ഇറങ്ങിയൊരു പടമാണ്. സിനിമയുടെ പേര് ഹൗസ് മേറ്റ്സ് എന്നാണ്. ഒരു കിടിലം പടമാണ്. അത് നല്ലൊരു കിടിലം കൺസെപ്റ്റാണ്. അവർ ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് എനിക്ക് ഭയങ്കര വർക്കായിട്ടുണ്ട്. കിടിലം കൺസെപ്റ്റാണ്. കാരണം ഒരു പാരനോർമൽ ആക്ടിവിറ്റിയും മിസ്റ്ററി, അതിൽ കുറച്ച് നല്ല രീതിക്കുള്ള കോമഡീസ്, നല്ല ഇമോഷണലി നല്ല കണക്ട് ആവുന്ന സിനിമയാണ്. അതിലുള്ള പെർഫോമൻസ് എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരും പെർഫോമൻസ് എല്ലാം ഗംഭീരമായിരുന്നു. അത് അങ്ങനത്തെ ഒരു ടൈപ്പ് പടമാണ്. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റത്തില്ല. കൂടുതലായിട്ടൊന്നും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ആസ്വാദനത്തെ ബാധിക്കും, ഒരു സ്പോയിലർ ആയി പോകും. അങ്ങനത്തെ ഒരു ടൈപ്പ് പടമാണ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഒരു അടിപൊളി ഹൊറർ കോമഡി, ഒരു മിസ്റ്ററി ത്രില്ലർ, ആ ടൈപ്പ് പടമാണ്. രണ്ട് ഫാമിലീസിന്റെ കഥ പറയുന്ന ഒരു പടമാണ്. രണ്ട് ഫാമിലീസാണ്. അതെന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളൊരു കോർ എലമെന്റ് ആണ് ആ സിനിമയ്ക്ക് അത് കാണിച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. സിനിമയുടെ ലിങ്ക് വേണമെങ്കിൽ ബയോയിലുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ